വേദി ഒന്നിൽ HSS വിഭാഗം മോഹിനിയാട്ടത്തിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ തൊട്ടുകണ്ടത് ആഹ്ലാദ പ്രകടനം. അതിനിടയിൽ എ ഗ്രേഡ് നേടിയതിന്റെ സന്തോഷത്തിൽ ശബ്ദമിടറി നിറഞ്ഞ കണ്ണുകളുമായ ഒരച്ഛനും മകളും. HSS വിഭാഗത്തിൽ മോഹിനിയാട്ടം നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മത്സരം അതാരാണ് വിജയിച്ചത്, ആർക്കൊക്കെ ഏതൊക്കെ ഗ്രേഡുകൾ കിട്ടി, അതിന്റെ വിധി നിർണയം ഇപ്പോൾ കഴിഞ്ഞു. അതിന്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു അച്ഛനും മകളും നിന്ന് കരയാണ്. എ ഗ്രേഡ് നേടിയല്ലേ? എ ഗ്രേഡ് നേടിയ മോള് ജില്ലയിൽ കോട്ട പീരിയഡാണ് വന്നത്. അതിൽ ഫസ്റ്റ് ജില്ലയിൽ വാങ്ങിച്ചു. ഇവിടെ മോക്ക് എ ഗ്രേഡ് കിട്ടി. സ്റ്റേറ്റിൽ അപ്പീലോടെ വന്നതാ. കോട്ട അപ്പീൽ വരെ ജില്ലയിൽ വന്നു. ജില്ലയിൽ നിന്ന് മോക്ക് ഫസ്റ്റ് കിട്ടി. ഫസ്റ്റ് ഇവിടെ നിന്ന് കളിച്ച് എ ഗ്രേഡ് കിട്ടി മോക്ക്. അനൗൺസ്മെന്റ് കഴിഞ്ഞപ്പോൾ മുതൽ അച്ഛന്റെ കണ്ണിങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുക. എന്താ അത്രത്തോളം ഇത് നമ്മൾ സഹിച്ച് ഓരോരുത്തർ അനാവശ്യങ്ങൾ പറഞ്ഞു എന്റെ മക്കളെ പറ്റി ഒന്നും പറയാൻ തോന്നുന്നില്ല. രണ്ടുപേരും മോശമായ രീതിയിലൊക്കെ ആൾക്കാരെ സംസാരിച്ച് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്താണ് മാച്ച് വന്നതെന്ന് പറഞ്ഞ് വളരെ ഇതായിട്ടാണ്. ഞങ്ങൾ സബ് ജില്ലയിലൊക്കെ സെക്കൻഡ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ അപ്പീൽ കൊടുത്ത് അപ്പീൽ കിട്ടിയില്ല. ആ അപ്പീൽ മോക്ക് സെക്കൻഡ് 5 മാർക്കിന് വ്യത്യാസം ഉള്ളായിരുന്നു. അതേ കൂടെ 13 മാർക്ക് തേർഡ് അപ്പീൽ കൊടുത്ത് അവസാനം ഞാൻ കോർട്ടിൽ പോയി അവിടെ നിന്ന് എനിക്ക് ഓർഡർ കിട്ടി. വന്ന് ജില്ലയിൽ കളിച്ച് ജില്ലയിൽ നിന്ന് എനിക്ക് മോക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോഴേ ആൾക്കാർ വിരോധമുള്ള കുറേ പേര് പറഞ്ഞു പൈസ കൊടുത്ത് മാറ്റാണ് കയറുന്നത്, പൈസ കൊടുത്ത് മാറ്റിയതാണ്. ഇന്നിവിടെ 4ാമതാണ് എൻ്റെ മോക്ക് എ ഗ്രേഡ് പറഞ്ഞത്. അതെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഏത് ജില്ലയാ? ഞാൻ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരത്ത് ആരാ? കരിക്കാം. എന്നെ സാറാണ് ഇതുവരെ എത്തിച്ചത്. വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ മോളെ ഇവിടെ എത്തിച്ചത് കരവളം ബിജുസ് മോനാണ്. സാറാണ് ഇത്രയും കഷ്ടപ്പെട്ട് മോളെ പഠിപ്പിച്ച് വെറുതെ മായ്ക്കാതെ മോളെ ഇവിടെ വരെ എത്തിച്ചത്. ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്, ലോട്ടറി കച്ചവടം. അച്ഛന്റെ 2 കണ്ണീന്ന് ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്, ആനന്ദാശ്രുവാണ്. ആ റിസൾട്ട് പ്രഖ്യാപന സമയം മുതൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു. ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാരായ അച്ഛനും മകളും എ ഗ്രേഡ് നേടി വിജയിച്ച് നിൽക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.